നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ, ABC സ്ക്വയർ, NH പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പഴയങ്ങാടി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ശാഖ പിലാത്രയിൽ സംസ്ഥാന ഗ്രാമവികസന സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ രംഗത്ത് അസൂയാവഹമായ നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി. ചെറുപുഴ മറിയക്കുട്ടി വധക്കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ്. കൊലപാതകത്തിന് ദൃക്സാക്ഷിയായ സ്ത്രീയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുമായി മഞ്ഞക്കാട് സ്വദേശിനിയായ വീട്ടമ്മ അന്വേഷണ സംഘത്തിനു മുന്നിൽ. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് മോട്ടോർ തൊഴിലാളി യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ 1 മണിക്കൂർ പണിമുടക്കം. വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും. തൃക്കരിപ്പൂരിൽ തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു. ഹക്കീം വധക്കേസ്. പയ്യന്നൂർ നഗരസഭാധ്യക്ഷയുടെ നിരാഹാര സത്യാഗ്രഹം 5 നാൾ പിന്നിട്ടു. സത്യാഗ്രഹ സമരത്തിന് പിന്തുണയുമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ലീഗ് നേതാക്കൾ സമരപന്തലിൽ. ദേശീയ പ്രക്ഷോഭ പ്രചാരണം. CITU കണ്ണൂർ ജില്ലാ വാഹനജാഥ പര്യടനം നടത്തി. അഖിലേന്ത്യാ സെക്രട്ടറി P. നന്ദകുമാർ ജാഥ പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ പേരിലെ അഭാഗം ഇനി പ്രഥമാധ്യാപകർക്ക് തിരുത്താം. ഒട്ടേറെ പേർക്ക് ഗുണകരമാകാവുന്ന സുപ്രധാനമായ ഹൈക്കോടതി വിധിക്ക് കാരണമായത് കാങ്കോലിലെ ഓട്ടോ ഡ്രൈവർ അനന്തനാരായണന്റെ നിയമ പോരാട്ടം. ചുമർ ചിത്രകലയിൽ വേറിട്ട ആസ്വാദനാനുഭവമൊരുക്കി ബിജു പാണപ്പുഴയുടെ ചുവർ ചിത്രങ്ങൾ. വാർത്തകൾ വിശദമായി. പഴയങ്ങാടി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ 3ാമത് ശാഖ പിലാത്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന ഗ്രാമവികസന സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ രംഗത്ത് അസൂയാവഹമായ നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി. ഇതുപോലെയുള്ള പ്രൈമറി ബാങ്കുകൾ, കാർഷിക വികസന ബാങ്കുകൾ, സഹകരണ ആശുപത്രികൾ, സഹകരണ ഹൗസിംഗ് സൊസൈറ്റികൾ, സഹകരണ ഫാർമേഴ്സ് സൊസൈറ്റികൾ. സഹകരണ രംഗത്ത് കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് മന്ത്രി KC ജോസഫ് അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ അസൂയാവഹമായ നേട്ടമാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രി കൂട്ടിച്ചേർത്തു. സ്ട്രോങ് റൂം ഉദ്ഘാടനം DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ നിർവഹിച്ചു. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് K. സുരേന്ദ്രനും ആദ്യ വായ്പാ വിതരണം MK. സത്യനാഥനും ലോക്കർ ഉദ്ഘാടനം CM. വേണുഗോപാലൻ നിർവഹിച്ചു. KV. രാമചന്ദ്രൻ, N. നാരായണൻ, SV. നാസർ, MV. ഉണ്ണികൃഷ്ണൻ, KP. രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചെറുപുഴ മറിയക്കുട്ടി വധക്കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ്. കൊലപാതകത്തിന് ദൃക്സാക്ഷിയായ സ്ത്രീയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവുണ്ടാക്കിയിരിക്കുന്നത്. മഞ്ഞക്കാട് സ്വദേശിനിയായ വീട്ടമ്മയാണ് അന്വേഷണ സംഘത്തിനു മുന്നിൽ നിർണായകമായേക്കാവുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ചെറുപുഴ മറിയക്കുട്ടി വധക്കേസ് അന്വേഷണത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി മഞ്ഞക്കാട് സ്വദേശിനിയായ വീട്ടമ്മ രംഗത്തെത്തി. കഴിഞ്ഞ 1.5 വർഷമായി മറിയക്കുട്ടി വധക്കേസ് അന്വേഷണം വഴിമുട്ടി നിൽക്കുകയായിരുന്നു. അന്വേഷണ സംഘത്തിന്റെ അലംഭാവത്തിനെതിരെ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ വിപുലമായ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തനം നടന്നുവരികയുമാണ്. കഴിഞ്ഞ ദിവസം പയ്യന്നൂരിലെത്തിയ ADGP S. അനന്തകൃഷ്ണൻ മറിയക്കുട്ടി വധക്കേസ് അന്വേഷണം ശക്തമാക്കുമെന്ന് തന്നെ വന്നു കണ്ട കർമ്മസമിതി ഭാരവാഹികളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും 1.5 വർഷത്തിലേറെയായി വഴിമുട്ടി നിൽക്കുകയായിരുന്ന കേസ് അന്വേഷണത്തിന് നിർണായക വഴിത്തിരിവായിരിക്കുകയാണ് ഈ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. മറിയക്കുട്ടി വധിക്കപ്പെട്ടതിന്റെ പിറ്റേന്ന് പുലർച്ചെ ഒരു സ്ത്രീ തന്റെ വീട്ടിലെത്തിയിരുന്നുവെന്നും കൊലപാതകം താൻ നേരിൽ കണ്ട് ഭയന്നു വരികയാണെന്ന് പറഞ്ഞതായാണ് ഇവർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. തന്റെ പേരോ വിവരങ്ങളോ വെളിപ്പെടുത്തരുതെന്ന അപേക്ഷയോടെ ഇക്കാര്യങ്ങൾ നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ടറോടും ഇവർ പങ്കുവച്ചു. ദൃക്സാക്ഷിയാണെന്ന് അവകാശപ്പെടുന്ന സ്ത്രീയെക്കുറിച്ച് തനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ലെന്നും അവർ പറഞ്ഞു.
ഒരുപക്ഷെ മറിയക്കുട്ടിയുടെ വീടുമായി അടുത്ത ബന്ധമുള്ള സ്ത്രീയാകാമിതെന്നും ഇവർ പറയുന്നു. ഏതായാലും നിർണായകമായേക്കാവുന്ന ഈ വെളിപ്പെടുത്തൽ അന്വേഷണ സംഘം മുഖവിലക്കെടുത്ത് മുന്നോട്ട് നീങ്ങുന്നതായാണ് സൂചന. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് മോട്ടോർ തൊഴിലാളി യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂരിൽ 2 മണിക്കൂർ സമരം ചെയ്തവർ റോഡ് ഉപരോധം സംഘടിപ്പിച്ചു. ഹക്കീം വധം പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. ലളിത നടത്തുന്ന നിരാഹാര സത്യാഗ്രഹം 5 ദിവസം പിന്നിട്ടു. നിരാഹാരം അനുഷ്ഠിക്കുന്ന നഗരസഭാ അധ്യക്ഷയുടെ ആരോഗ്യനില മെഡിക്കൽ സംഘം സമരപന്തലിലെത്തി പരിശോധിച്ചു. ചൊവ്വാഴ്ച രാവിലെയോടെ പയ്യന്നൂർ സഹകരണ ആശുപത്രി മെഡിക്കൽ സംഘം സമരപന്തലിലെത്തി ചെയർപേഴ്സൺ കെ.വി. ലളിതയുടെ ആരോഗ്യനില വിലയിരുത്തി. ആരോഗ്യനില തൃപ്തികരമാണെന്നും മെഡിക്കൽ സംഘം അറിയിച്ചു. 5-ാം ദിവസവും നിരവധി പേരാണ് അഭിവാദ്യമർപ്പിക്കാൻ സമരപന്തലിലെത്തുന്നത്. സിഒഎ സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറിയും കേരള വിഷൻ എംഡിയുമായ കെ. വിജയകൃഷ്ണൻ, പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ ചെയർമാൻ എം.വി. ദീവു എന്നിവർ സമരപന്തലിലെത്തി അഭിവാദ്യമർപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരും അഭിവാദ്യമർപ്പിച്ച് സമരപന്തലിലെത്തി. കേന്ദ്ര കമ്മിറ്റി അംഗം ജാനകി, സംസ്ഥാന കമ്മിറ്റി അംഗം സരോജിനി എന്നിവർ നേതൃത്വം നൽകി. വിജയൻ, സി. കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായി പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമരപന്തലിലെത്തി അഭിവാദ്യമർപ്പിച്ചു. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CITU നടത്തുന്ന കണ്ണൂർ ജില്ലാ വാഹന പ്രചരണ ജാഥ പര്യടനം തുടങ്ങി. അഖിലേന്ത്യാ സെക്രട്ടറി പി. നന്ദകുമാർ പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് പ്രീണന നയങ്ങളാണ് മോഡി ഗവൺമെന്റ് ആദ്യം മുതൽ നടപ്പാക്കി വരുന്നതെന്ന് നന്ദകുമാർ. മെയ് 1 മുതൽ 30 വരെ നീളുന്ന CITU ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മെയ് 30 നടത്തുന്ന കലക്ട്രേറ്റ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് കാൽനട ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി CITU അഖിലേന്ത്യാ സെക്രട്ടറി പി. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. 1991 ആരംഭിച്ച ആഗോളവൽക്കരണ സാമ്പത്തിക നയം, ആ നയത്തിന്റെ ഭാഗമായി ആ നയം പ്രാവർത്തികമാക്കുന്നതിന് വ്യവസായിക മേഖലയ്ക്കകത്ത്, സാമ്പത്തിക മേഖലയ്ക്കകത്ത്, വൈദേശിക നയത്തിനകത്തൊക്കെ തന്നെ UPA ഗവൺമെന്റ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. PV കുഞ്ഞപ്പൻ അധ്യക്ഷനായിരുന്നു. ജാഥാ ലീഡർ സി. കൃഷ്ണൻ MLAക്ക് ഉദ്ഘാടകൻ പതാക കൈമാറി. അരക്കൻ ബാലൻ, EP കരുണാകരൻ, K. രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. പയ്യന്നൂർ നഗരസഭാധ്യക്ഷയുടെ സത്യഗ്രഹത്തിന് പിന്തുണയുമായി ലീഗ് നേതൃത്വവും മുസ്ലിം ലീഗ് കാസർകോട് ജില്ലാ ജനറൽ സെക്രട്ടറിയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ AGC ബഷീറും ഏതാനും നേതാക്കളുമാണ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നഗരസഭ അധ്യക്ഷ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹ പന്തലിലെത്തി പിന്തുണയറിയിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് നഗരസഭാ ചെയർപേഴ്സൺ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് തൃക്കരിപ്പൂരിൽ നിന്നും UDFന്റെ മുഖ്യ ഘടകകക്ഷിയായി ലീഗ് പ്രവർത്തകർ സമരപന്തലിലെത്തിയത്. മുസ്ലിം ലീഗ് കാസർകോട് ജില്ലാ ജനറൽ സെക്രട്ടറിയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ AGC ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. വളരെ ന്യായമായത് പയ്യന്നൂരിൻ്റെ മാത്രമല്ല, ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു പൊതുവികാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ലളിത മാഡത്തിൻ്റെ സമരം വിജയിക്കുക തന്നെ ചെയ്യും. 5-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് അവരുടെ ആരോഗ്യനിലയിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഈ സമരത്തിൽ തൃക്കരിപ്പൂർ പൗരാവലിയുടെ പിന്തുണയും സഹകരണവും അറിയിക്കാൻ വേണ്ടിയാണ് ഞാനും സഹപ്രവർത്തകരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീ ബാവയും ശ്രീമതി അജിതയും ഇവിടെ എത്തിയിട്ടുള്ളത്. മേഡത്തെ കണ്ടു. സമര പന്തലിലുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ ധർമ്മസമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. പയ്യന്നൂരിലെ UDFും മുഖ്യ ഘടകകക്ഷികളും സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇതേവരെ പ്രകടമായത്. ഈ സാഹചര്യത്തിൽ തൃക്കരിപ്പൂരിൽ നിന്നും ലീഗ് പ്രവർത്തകർ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് സമരത്തെ ആവേശഭരിതമാക്കിയിരിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK ബാബുവും അജിതയും AGC ബഷീറിനൊപ്പം ഉണ്ടായിരുന്നു.
സമരപ്പന്തലിൽ അരമണിക്കൂറോളം ചെലവഴിച്ചാണ് സംഘം മടങ്ങിയത്. മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ നാടൻപാട്ടും വിപ്ലവഗാനങ്ങളും ആലപിച്ചു. മോട്ടോർ തൊഴിലാളികളും സമരപ്പന്തലിലെത്തി അഭിവാദ്യമർപ്പിച്ചു. AKPA പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യമർപ്പിച്ച് ഫോട്ടോ സെഷനും നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് പട്ടൻസ് പ്രസംഗിച്ചു. കൂടാതെ ചൊവ്വാഴ്ച സമരപ്പന്തലിലെ പരിപാടിയുടെ ഫോട്ടോയും പ്രവർത്തകർക്ക് നൽകി. വിദ്യാർത്ഥികളുടെ പേരിലെ അപാകം ഇനി പ്രധാന അധ്യാപകർക്ക് തിരുത്താം. ഒട്ടേറെ പേർക്ക് ഗുണകരമാകാവുന്ന സുപ്രധാനമായ ഈ ഹൈക്കോടതി വിധിക്ക് കാരണമായത് കാങ്കോലിലെ ഓട്ടോ ഡ്രൈവറായ അനന്തനാരായണൻ നടത്തിയ നിയമ പോരാട്ടമാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ പേരിൽ വന്നുപോകുന്ന അപാകതകളോർത്ത് ഇനി രക്ഷിതാക്കൾ ഖേദിക്കുകയോ സർക്കാർ ഓഫീസുകളുടെ പടികൾ കയറിയിറങ്ങുകയോ വേണ്ട. ഇത്തരം അപാകങ്ങൾ ഇനി സ്കൂളിലെ പ്രഥമാധ്യാപകന് തന്നെ തിരുത്താം. ഹൈക്കോടതിയുടെ ഈ സുപ്രധാന വിധിക്ക് കാരണക്കാരനായത് കാങ്കോലിലെ ഓട്ടോ ഡ്രൈവറായ അനന്തനാരായണനാണ്. തന്റെ മകൾ ശിവരഞ്ജിനിയുടെ പേര് സ്കൂൾ രേഖയിൽ ശിവരഞ്ജിനി നാരായണൻ എന്നാണ്. ഇത് ശിവരഞ്ജിനി N എന്നാക്കി മാറ്റാൻ അനന്തകൃഷ്ണൻ ആദ്യം മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അപേക്ഷ നൽകിയപ്പോൾ നഗരസഭയുടെ സർട്ടിഫിക്കറ്റ് വേണമെന്നും നഗരസഭയിൽ ചെന്നപ്പോൾ സ്കൂൾ അധികൃതരുടെ സർട്ടിഫിക്കറ്റ് വേണമെന്നായി. ഇത് സംബന്ധിച്ച് പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി അയച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് അനന്തനാരായണൻ അഡ്വക്കേറ്റ് മുരളി പള്ളത്ത് വഴി ഹൈക്കോടതിയിൽ റിട്ട് നൽകിയത്. റിട്ട് പരിഗണിച്ച ഹൈക്കോടതി ഇത്തരം തീരുമാനങ്ങൾക്ക് സ്കൂൾ അധികൃതർക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് വിധിക്കുകയായിരുന്നു. ഈ അപേക്ഷയിന്മേൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഓഫീസുകളായി ബന്ധപ്പെട്ടപ്പോഴൊക്കെ പിന്നെ കാലതാമസം നേരിടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും തുടർന്ന് ഞാൻ പിന്നെ വക്കീലിനെ കാണുകയും അവർ മുഖേന്ദ്രം ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുകയും ചെയ്തു. അവിടെ നിന്നാണ് ഇപ്പോൾ എനിക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി വന്നിട്ടുള്ളത്. ഇതിപ്പം പൊതുവെ ഇതുപോലുള്ള പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾക്കുള്ള നല്ലൊരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നു. സ്കൂൾ കുട്ടികളുടെ പേരിൽ വരുന്ന അപാകതകൾ തിരുത്താനായി രക്ഷിതാക്കൾ ആരെ സമീപിക്കണം എന്നറിയാതെ നെട്ടോട്ടമോടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. ഈ അനന്തനാരായണൻ ഹൈക്കോടതിയിലൂടെ നേടിയെടുത്ത ഈ വിധി നൂറുകണക്കിന് രക്ഷിതാക്കൾക്ക് വളരെ ആശ്വാസപ്രദമാകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഉള്ളത്. 1 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്കാണ് ഈ വിധി ബാധകമാവുക. അപേക്ഷ നൽകിയാൽ 4 ആഴ്ചക്കുള്ളിൽ പേര് തിരുത്തി നൽകാമെന്നും വിധിയിൽ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന പടന്ന പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കീഴ്വഴക്കം ലംഘിച്ച് ഓഫീസിൽ നിന്നും വിട്ടുനിന്നതായി പരാതി. പലവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തിയ സാധാരണക്കാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അഭാവത്തിൽ നിരാശരായി മടങ്ങിപ്പോകേണ്ടി വന്നതായും ആക്ഷേപം. പടന്ന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ അഭാവത്തിൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന NB അഷ്റഫിനെതിരെയാണ് പരാതിയുമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പൊതുജനങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി മെയ് 30 വരെ അവധിയിൽ പ്രവേശിച്ചതിനാൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല അസിസ്റ്റന്റ് സെക്രട്ടറിയായ NB അഷ്റഫിനാണ്. എന്നാൽ ഇയാൾ അനധികൃതമായി ഓഫീസിൽ വരാതിരിക്കുകയാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ആക്ഷേപിക്കുന്നത്. ഇവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി ലീവ് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് രജിസ്റ്റർ എഴുതിയോ ചെയ്യാതെ ഈ പഞ്ചായത്തിൽ ഹാജരായിട്ടില്ല. എവിടെ പോയി എന്നറിയാൻ വേണ്ടി കഴിയുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപടി ആളുകൾ ഇവിടെ പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റിന് വന്ന് സീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ജനങ്ങളിങ്ങനെ മടങ്ങിപ്പോവുകയാണ്. ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഈ പഞ്ചായത്തിനകത്ത് അഴിത്തല പ്രദേശം 132 വീടുകൾ നീലേശ്വരം മുനിസിപ്പാലിറ്റിയോട് ചേർക്കാനും ബാക്കി വരുന്ന പ്രദേശത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് 15 വാർഡുകളായി വാർഡ് വിഭജനം നടത്താനുള്ള ഗവൺമെൻറ് ഉത്തരവുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെക്രട്ടറിയെ നിർബന്ധമായിട്ട് ലീവ് എടുപ്പിക്കുകയത്. അങ്ങനെ ലീവ് എടുപ്പിച്ചുകൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് ചാർജ് കൊടുത്ത് ആ അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് UDFന് അനുകൂലമായിട്ട് അശാസ്ത്രീയമായിട്ടുള്ള നിലയിൽ വാർഡ് വിഭജിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. പലവിധ സാക്ഷ്യപത്രങ്ങൾക്കായി പഞ്ചായത്ത് ഓഫീസിലെത്തുന്ന ഗുണഭോക്താക്കൾക്ക് സെക്രട്ടറി ഇല്ലാത്തതിനാൽ നിരാശരായി തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. ഞാനൊരു 11 മണിയാകുമ്പോൾ വന്നിട്ടുണ്ടാവും. കുറേ സമയമായി ഇവിടെ സെക്രട്ടറി ഇല്ല, കാര്യങ്ങളൊന്നും ഭംഗിയായിട്ട് നടന്നില്ല. ഇതുവരെ ഭക്ഷണം കഴിക്കാനും കൂടി പോവാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇനി കുറച്ച് കാര്യങ്ങളാവണം. അത്രയും കറണ്ട് ഓഫീസിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് വന്നിന്. നാളെ ലാസ്റ്റ് ഡേറ്റാണ്, നാളെ കൊടുക്കണം. അത് അസിസ്റ്റന്റ് സെക്രട്ടറി വിളിക്കും, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ DDPനെ വിളിച്ച് പറഞ്ഞു. DDP പറഞ്ഞു സെക്രട്ടറി 14 ദിവസം ലീവിലാണ്, അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ് ചാർജ്. ഇവിടെ അന്വേഷിക്കുമ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി ഇന്ന് ഓഫാണ്, ഇന്ന് അബ്സെൻ്റാണ് അയാൾ. എനിക്കിപ്പോൾ ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഈ സമയം വരെ എനിക്ക് സർട്ടിഫിക്കറ്റ് സീലടിച്ച് കിട്ടിയിട്ടില്ല. എനിക്ക് സെക്രട്ടറി എപ്പോൾ വരുമെന്നോ എവിടെ പോയെന്നോ ഉള്ള അന്വേഷണങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകാൻ കഴിയാതെ കീഴ്ജീവനക്കാരും കുഴങ്ങുകയാണ്. അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ നടപടിയിൽ ജനം പരസ്യ പ്രതിഷേധമുയർത്തുന്ന സ്ഥിതിയും പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലുണ്ടായി.
റെയിൽവേ ട്രാക്ക് സംരക്ഷണ പ്രവർത്തനം പുരോഗമിക്കുന്നു. തലശ്ശേരി മുതൽ പയ്യന്നൂർ വരെയാണ് ട്രാക്കുകളുടെ സംരക്ഷണ പ്രവൃത്തി നടക്കുന്നത്. തലശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പ്രവൃത്തി പഴയങ്ങാടി വരെ പൂർത്തിയായി. റെയിൽവേ പാളത്തിന് ഇരുവശങ്ങളിലും ആവശ്യമായ മണ്ണിട്ടാണ് പാളം സംരക്ഷിക്കുന്നത്. 2 ആഴ്ച കൊണ്ട് പയ്യന്നൂർ വരെയുള്ള പ്രവൃത്തി പൂർത്തിയാകും. ചുമർ ചിത്രകലയിൽ വേറിട്ട അനുഭവമൊരുക്കി ബിജു പാണപ്പുഴയുടെ ചുവർ ചിത്രങ്ങൾ. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ഒരുക്കിയ ചിത്രപ്രദർശനം നിരവധി ആസ്വാദകരെ ആകർഷിച്ചു. ചുമർ ചിത്രകലയിൽ വേറിട്ട അനുഭവം ഒരുക്കുകയാണ് ബിജു പാണപ്പുഴയുടെ ചിത്രങ്ങൾ. സമകാലിക വിഷയങ്ങളും ദേവീദേവന്മാരും കണ്ണിനിമ്പമാകുന്ന കാഴ്ചകളായി നിറയുന്നു. കേരള ചിത്രകലാ പരിഷത്ത് പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച ബിജുവിന്റെ ചിത്രപ്രദർശനത്തിൽ 30ഓളം ചിത്രങ്ങളാണുള്ളത്. മഹാകവി കുമാരനാശാന്റെ കരുണയെ ആസ്പദമാക്കി വരച്ച പെയിന്റിങ്ങുകളുമുണ്ട്. മിസ്റ്ററി എ കളർ ഡിസ്പ്ലേ എന്നാണ് പ്രദർശനത്തിന് പേരിട്ടിരിക്കുന്നത്. 19 പെയിന്റിങ്ങുകളുമായാണ് ബിജു കരുണയുടെ കാവ്യഭംഗിയെ പകർത്തിയെടുത്തിരിക്കുന്നത്. എന്താണ് മ്യൂറൽ എന്നുള്ളത് ജനങ്ങളെ കാണിക്കുക, ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളത്. കാരണം ഞാൻ വരച്ചു വെച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. പിന്നെ അത് വീട്ടിൽ വയ്ക്കുന്നതിനേക്കാളും നല്ലത് ഒരു പ്രദർശനം നടത്തി ജനങ്ങളെ കാണണം, അല്ലെങ്കിൽ മ്യൂറൽ എന്താണെന്നുള്ള ജനങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു ഉദ്ദേശമാണ് നടത്താൻ വേണ്ടിയുള്ളത്. മീൻകാരി എന്ന ചിത്രം ചുമർ ചിത്രരചന സങ്കേതങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ത്രിമാനതലത്തിലേക്ക് ആസ്വാദക മനസ്സിനെ തൊട്ടുണർത്തുന്നു. തിരുവത്താഴം എന്ന ചിത്രത്തിൽ യേശുക്രിസ്തുവിനെയും ശിഷ്യരെയും വരച്ചുകൊണ്ട് ക്രിസ്തീയ പശ്ചാത്തലവും ചുമർ ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. 15 വർഷമായി ചുമർ ചിത്രരചന രംഗത്തുള്ള ബിജു 30ഓളം സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും പ്രവർത്തിച്ചിരുന്നു. ചിത്രപ്രദർശനം 20-ന് സമാപിക്കും. കരിവെള്ളൂരിൽ ദിശാസൂചക ബോർഡുകൾ ശുചിയാക്കി ഓട്ടോ ഡ്രൈവർമാർ. ഇന്ധനവില വർധനവയ്ക്കെതിരെ നടത്തിയ 2 മണിക്കൂർ മോട്ടോർ പണിമുടക്ക് സമരമാണ് കരിവെള്ളൂർ ഓട്ടോ ഡ്രൈവർമാർക്കും യാത്രികർക്കും ഡ്രൈവർമാർക്കും പ്രയോജനപ്രദമായ സേവനം നടത്തിയത്. അന്നൂർ മുതൽ പാലത്തറ പാലം വരെയുള്ള ദേശീയപാതയിലെ ദിശാബോർഡുകൾ ശുചിയാക്കി കരിവെള്ളൂരിലെ ഓട്ടോ ഡ്രൈവർമാർ മാതൃകയായി. ചൊവ്വാഴ്ച നടന്ന 2 മണിക്കൂർ മോട്ടോർ പണിമുടക്കിന്റെ ഒഴിവുവേളയാണ് ഇവർ ഫലപ്രദമായി ഉപയോഗിച്ചത്. കാടുമൂടിയതും മണ്ണും അഴുക്കും പുരണ്ടതുമായ ദിശാബോർഡുകളാണ് ഇവർ ശുചിയാക്കിയത്. ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹൈവേയിൽ പോകുന്ന വാഹനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സൈൻ ബോർഡുകൾ കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ മുഴുവൻ ഹൈവേയിലുള്ള മുഴുവൻ സൈൻ ബോർഡുകളും വൃത്തിയാക്കാൻ കരിവെള്ളൂരിലെ CITUവിൻ്റെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് എല്ലാ ഡ്രൈവർമാരെയും അണിനിരത്തിക്കൊണ്ട് ആ ബോർഡുകളൊക്കെ ക്ലിയർ ചെയ്യുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓട്ടോ തൊഴിലാളി യൂണിയൻ കരിവെള്ളൂർ ഡിവിഷൻ കമ്മിറ്റി CITUവിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. PV കുഞ്ഞിരാമൻ, VV ബാലചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴയങ്ങാടി പുഴയെ വീണ്ടും മാലിന്യ പുഴയാക്കി മാറ്റുന്നു. പഴയങ്ങാടി മാട്ടൂൽ ഭാഗങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ പുഴയിലേക്ക് വ്യാപകമായി ഒഴുകുന്നതായി ആക്ഷേപം. പഴയങ്ങാടിപ്പുഴ കുപ്പത്തൊട്ടിയായി മാറുകയാണ്. മാലിന്യങ്ങൾ മുഴുവൻ പുഴയിൽ തള്ളുന്നത് പതിവ് കാഴ്ചയായിരിക്കുകയാണ്. പഴയങ്ങാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും അറവു മാലിന്യങ്ങൾ പുഴയിലാണ് തള്ളുന്നത്. പുഴയ്ക്കരികിലെ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും മലിനജലം പൈപ്പ് വഴി പുഴയിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്നു. ചില സ്ഥാപനങ്ങളിൽ കക്കൂസ് മാലിന്യം നേരിട്ട് പുഴയിലേക്ക് ഒഴുക്കുന്നതായും ആക്ഷേപമുണ്ട്. മാട്ടൂൽ, തെക്കുംപാട് പ്രദേശങ്ങളിലാണ് കൂടുതലും കക്കൂസ് പൈപ്പുകൾ പുഴയിലേക്ക് ഘടിപ്പിച്ചതായി പറയപ്പെടുന്നത്. പുഴയിൽ മാലിന്യം നിറഞ്ഞ് മത്സ്യബന്ധനം നടത്താൻ സാധിക്കാത്ത അവസ്ഥയിലാണ് തൊഴിലാളികൾ. പുഴയിൽ നിന്നും മാലിന്യങ്ങൾ കണ്ടൽക്കാടുകൾക്കിടയിലേക്ക് ഒഴുകിയെത്തുകയും തീരദേശവാസികൾക്ക് ദുർഗന്ധം കാരണം വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയുമാണ്. പുഴയിലെ മാലിന്യങ്ങൾ കൊത്തിയെടുക്കാൻ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നതും കാണാൻ കഴിയും. പുഴയിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU കാങ്കോൽ ഈസ്റ്റ് ഡിവിഷൻ ജനറൽ ബോഡി യോഗവും ഉപഹാര സമർപ്പണവും ആലക്കാട് ദേവി സഹായം LP സ്കൂളിൽ നടന്നു. ഏരിയ ജോയിന്റ് സെക്രട്ടറി M രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിലെ നിർമ്മാണ വസ്തുക്കളുടെ വിലക്കയറ്റം നമുക്കിന്ന് നമ്മളാരും പറഞ്ഞറിയിക്കേണ്ടതില്ല. കാരണം നമ്മൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ എന്നതിൽ തന്നെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. കൺസ്ട്രക്ഷൻ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ദേശീയ പ്രക്ഷോഭ സമരത്തെപ്പറ്റി വിശദീകരിക്കുന്നതിനും മെയ് 30-ന് നടക്കുന്ന കളക്ടറേറ്റ് ഉപരോധം വിജയിപ്പിക്കുന്നതിനുമായാണ് ജനറൽ ബോഡി ചേർന്നത്. SSLC പരീക്ഷയ്ക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ തൊഴിലാളി അംഗങ്ങളുടെ മക്കളെയും തദവസരത്തിൽ അനുമോദിച്ചു.
ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൂലച്ചേരി നാരായണൻ ഉപഹാര സമർപ്പണം നടത്തി. ചടങ്ങിൽ ഇ പ്രകാശൻ അധ്യക്ഷനായി. പി എ ചാക്കോച്ചൻ, എൻ കെ ഗംഗാധരൻ മാസ്റ്റർ, കെ കെ മധുസൂദനൻ, കെ സരസ്വതി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മണ്ണിനെ പച്ചപ്പണിയിക്കാൻ അവധിക്കാലത്ത് ഫലവൃക്ഷ തൈകൾ മുളപ്പിച്ച് ഒരുക്കി ഒരു പറ്റം കുട്ടികൾ. കരിവള്ളൂർ പെരളത്തെ കുട്ടിക്കൂട്ടമാണ് അവധിക്കാലത്ത് ഫലവൃക്ഷ തൈകൾ വളർത്തി ആവശ്യക്കാർക്ക് സൗജന്യമായി നൽകി വൃക്ഷ സംരക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും പുതിയ മാതൃകയാകുന്നത്. അവധിക്കാലം കുട്ടികൾ അടിച്ചുപൊളിച്ചു കഴിയുമ്പോൾ കരിവള്ളൂർ പെരളത്തെ ഒരുപറ്റം കുട്ടികൾ അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഏതു നേരവും ടിവിയുടെ മുൻപിൽ ചടഞ്ഞിരിക്കാതെ ഇവർ പരോപകാര പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. ദിവ്യവേനൽ അവധി നമ്മൾ ഫലവൃക്ഷ തൈകൾ വെച്ച് നട്ടുപിടിപ്പിച്ചാണ് നമ്മൾ കളിച്ചും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഇത് സൗജന്യമായി നൽകാനും ഇത് കൊള്ളുന്നുണ്ട്. ആര് വന്ന് ചോദിച്ചാലും നമ്മളിത് സൗജന്യമായി നമ്മൾ സ്വന്തമായി നട്ടുപിടിപ്പിച്ച് നമ്മൾ സൗജന്യമായി നൽകും. മാഞ്ചോട്ടിൽ മാമ്പഴം പെറുക്കി തിന്നും കൂടകളിൽ മണ്ണ് നിറയെ ഫലവൃക്ഷ തൈകൾ നട്ടുമാണ് ഇവർ അവധിക്കാലം ഉത്സാഹഭരിതമാക്കിയത്. ഇത്തരം കൂടത്തൈകൾ ഇവർ ആവശ്യക്കാർക്ക് സൗജന്യമായി നൽകുകയും ചെയ്യുന്നു. ഒരു അവധിക്കാലം കൂടി പടിയിറങ്ങാനൊരുങ്ങുമ്പോൾ ഇത്തവണ തങ്ങൾ ചിലത് ചെയ്തു എന്ന ചാരിതാർത്ഥ്യത്തിലാണ് ഈ കുട്ടികൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ദുരന്തം മാടി വിളിച്ച് താവം റെയിൽവേ ഗേറ്റിനരികിൽ നടു റോഡിൽ തന്നെ വൈദ്യുതി തൂണും ഫ്ലക്സ് ബോർഡും. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതിൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ കടന്നു പോകുമ്പോൾ അപകടം തലനാരിഴയ്ക്ക് അകലത്തിൽ മാത്രമാണ്. വാഹനയാത്രക്കാർക്ക് അപകടക്കെണിയൊരുക്കുകയാണ് റെയിൽവേ ഇലക്ട്രിക് പോസ്റ്റും ഫാസ്ബോക്കും. റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോഴാണ് ഇത് അപകടക്കെണിയായത്. നിരവധി തവണ വാഹനങ്ങൾ മീറ്റർ ബോക്സിൽ ഇടിച്ചുവെങ്കിലും ഭാഗ്യം കൊണ്ടാണ് അപകടത്തിൽ നിന്നും യാത്രക്കാർ രക്ഷപ്പെട്ടത്. കാലപ്പഴക്കത്താൽ തുരുമ്പെടുത്ത ഇരുമ്പ് കവചത്തിലാണ് മീറ്ററും ഫ്യാസും സ്ഥാപിച്ചിരിക്കുന്നത്. മഴ നനയാതിരിക്കാൻ പ്രദേശവാസികൾ റെക്സിൻ ഷീറ്റ് കൊണ്ട് കവറിംഗ് നടത്തിയിട്ടുണ്ട്. അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ബോർഡ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സ്ഥലത്തു നിന്നും മീറ്റർ ബോർഡും വൈദ്യുതി തൂണും മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ വൻ ദുരന്തത്തിന് നാം സാക്ഷിയാകേണ്ടി വരും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാധവൻ പുറച്ചേരിയുടെ 5ാമത് കവിതാ സമാഹാരം ഈ ഞായറാഴ്ചകളെ നോക്കൂ. പ്രകാശനം മെയ് 20 വൈകിട്ട് 4 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. കെ പി മോഹനൻ പ്രകാശനം നിർവഹിക്കും. സമകാല മലയാള കവിതയുടെ ആവിഷ്കാര വഴികളിൽ സവിശേഷ സ്വത്വമുദ്രകൾ പതിപ്പിക്കാൻ കഴിഞ്ഞ കവിയാണ് മാധവൻ പുറച്ചേരി. പ്രവാസിയുടെ മൊഴികൾ, പെയിൻ കില്ലർ, സൈക്കിൾ യാത്രയിൽ നാം, പൊന്നേ പൊന്നേ തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾക്ക് ശേഷമാണ് ഈ ഞായറാഴ്ചകളെ നോക്കൂ എന്ന പുതിയ പുസ്തകവുമായി ഈ കവി വീണ്ടും എത്തുന്നത്. വിപണി സൗന്ദര്യശാസ്ത്രത്തിന് എതിർനിൽക്കുന്നതും ജൈവ സൗന്ദര്യത്തെ മുന്നോട്ട് വെക്കുന്നതുമായ ജീവിതം മണക്കുന്ന കവിതകളാണ് മാധവൻ പുറച്ചേരിയുടേത്. വർത്തമാന ജീവിതത്തിന്റെ സങ്കീർണ സമസ്യകൾ ആഖ്യാനം ചെയ്യുന്ന 46 കവിതകൾ പുതിയ സമാഹാരത്തിൽ അടങ്ങിയിട്ടുണ്ട്. മലയാളത്തിലെ മുൻനിര ആനുകാലികങ്ങളിൽ വന്ന ഈ കവിതകളിൽ പലതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടവയാണ്. എൻ്റെ 5ാമത്തെ കാവ്യപുസ്തകമാണ് ഈ ഞായറാഴ്ചകളെ നോക്കൂ. 46 കവിതകളടങ്ങിയ ഈ പുസ്തകം മലയാളത്തിലെ മലയാളിയുടെ കഴിഞ്ഞ കുറച്ച് നാളായുള്ള ജീവിതത്തെ അടയാളപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ്. അപ്പോൾ ആദ്യ കവിത പരിണാമം എന്നൊരു കവിതയുണ്ട്. സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറിയ പ്രക്രിയയെക്കുറിച്ചുള്ള എൻ്റെ ചില സംശയങ്ങളാണ് ആ കവിതയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. സിദ്ധാർത്ഥൻ പതുക്കെ പതുക്കെ തപസ് ചെയ്ത് മൃദുവായി സ്ത്രീയായി മാറ്റപ്പെടുകയാണ് ഉണ്ടായത് എന്ന് ഒരു തോന്നലാണ് പരിണാമം എന്ന കവിതയിലുള്ളത്. തുടർന്നുള്ള കവിതകളിലെല്ലാം തന്നെ ഈ ഞായറാഴ്ചകളെ നോക്കൂ എന്നുള്ള കവിത ഉൾപ്പെടെ ഉദ്യോഗസ്ഥയായ വീട്ടമ്മയുടെ ഒരു ഞായറാഴ്ച ജീവിതമാണ് ഈ ഞായറാഴ്ചകളെ നോക്കൂ എന്ന കവിതയിൽ ഉള്ളത്. ചെമ്പന്തൊട്ടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ അധ്യാപകനാണ് ഇദ്ദേഹം. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്, BCV ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം, കോറാട്ട് ലക്ഷ്മിക്കുട്ടിയമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ട് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ ദേശാഭിമാനി വാരിക എഡിറ്റർ ഡോക്ടർ KP മോഹനൻ പുസ്തകം പ്രകാശനം ചെയ്യും. പ്രമുഖ കവി PN ഗോപികൃഷ്ണൻ ഏറ്റുവാങ്ങും. മാടായി ഗ്രാമപഞ്ചായത്ത് വക SC കുട്ടികൾക്കുള്ള ഫർണിച്ചർ വിതരണത്തിന്റെ ഉദ്ഘാടനം മാടായി പഞ്ചായത്ത് ഹാളിൽ നടന്നു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ തച്ചൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവിടെ മാത്രം വിവരം കൊടുത്താൽ മതി.
പക്ഷേ അത് മാത്രമല്ല, ഇവിടെ താമസിക്കുന്നവർ മറ്റു പഞ്ചായത്തുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർ ഒഴിഞ്ഞു പോകാതെ അവരെ ശ്രദ്ധിച്ച് ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ചുരുങ്ങിയ പണിയൊന്നല്ല. മാടായി ഗ്രാമപഞ്ചായത്ത് 2014-15 12ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 90 SSC കുട്ടികൾക്ക് ഫർണിച്ചർ വിതരണം ചെയ്തത്. ഒരു മേശയും കസേരയുമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്. വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനായി അടിസ്ഥാന വികസനം ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. മാടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. കുമാരൻ മാസ്റ്റർ, സജി നാരായണൻ, സുനിൽ ഇട്ടമ്മൽ, K വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽപ്പെടുത്തി തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രത്തിൽ വിവിധ പദ്ധതികൾ നടത്തുന്നതിനു വേണ്ടിയുള്ള ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രൊജക്ട് സർവേ ആരംഭിച്ചു. ഹൊസ്തൂർ തഹസിൽദാർ, ടൂറിസം ജില്ലാ സെക്രട്ടറി തുടങ്ങിയവർ സർവേയുടെ ഭാഗമായി ക്ഷേത്രം സന്ദർശിച്ചു. ഗജേന്ദ്രമോക്ഷം നടന്ന പത്മതീർത്ഥക്കരയിൽ വനശാസ്താവ് നിലകൊള്ളുന്ന കാവ്, കൊട്ടാരം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എരിഞ്ഞിമരം എന്നിവ സംരക്ഷിച്ചുകൊണ്ട് തീർത്ഥാടകരെ ആകർഷിക്കുകയും ജൈവവൈവിധ്യങ്ങൾ നിറഞ്ഞ കാവും നശിച്ചുപോകുന്ന കുളങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുകയാണ് പ്രൊജക്ടിന്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ 1000 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രകൊട്ടാരവും അമൂല്യമായ താളിയോല ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കുക എന്നതും പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നുണ്ട്. തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിൽ തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധങ്ങളായ പദ്ധതികൾ നടത്തുന്നതിനായാണ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രൊജക്ട് സർവേ ആരംഭിച്ചത്. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് സർവേ നടത്തുന്നത്. ടൂറിസം ജില്ലാ സെക്രട്ടറി നാഗേഷ് തിരുവത്ത്, ഹോസ്ദുർഗ് തഹസിൽദാർ YMC സുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ ആരംഭിച്ചത്. ക്ഷേത്ര നവീകരണ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, വൈസ് ചെയർമാൻ PV കണ്ണൻ മാസ്റ്റർ, കൺവീനർ കുന്നിയൂർ നരേഷ്, ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ PK സത്യനാഥൻ, ക്ഷേത്രം ജീവനക്കാരായ PV മാധവൻ, PV രാമകൃഷ്ണൻ, ശശി തൃക്കരിപ്പൂർ, KG രഘുരാമൻ, ജഗദീശൻ, TV ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കാനായി പുതിയ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന കലശാട്ട് മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കാനായി മണിയറ പൂമാല ഭഗവതിക്കാവ് സന്നിധിയിൽ നിന്നും ആരംഭിച്ച ആഘോഷയാത്രയിൽ നിരവധി പേർ സംബന്ധിച്ചു. പ്രാപ്പോയിൽ ജമാഅത്ത് മുസ്ലിം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജ്മീർ ആണ്ട് നേർച്ചയും കൂട്ടു പ്രാർത്ഥനയും ബുധനാഴ്ച 4 മണിക്ക് പ്രാപ്പോയിൽ നടക്കുമെന്ന് മാധ്യമസമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. പ്രാർത്ഥനാ ചടങ്ങുകളിൽ വിവിധ മതപണ്ഡിതന്മാർ സംബന്ധിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. മുസ്തഫ മിസ്ബാഹി, MA മുഹമ്മദ് മുസ്ലിയാർ, NTP ഷഫറുദ്ദീൻ മൗലവി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കുറ്റൂർ അഞ്ചനപ്പുഴ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മെയ് 27 CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ നിർവഹിക്കും. ചലച്ചിത്ര താരം അജു വർഗീസ്, മുൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥിയാകും. ഇനി മാറ്റൊലി. മന്ത്രി ഡോക്ടർ MK മുനീറിന്റെ വാഹനമിടിച്ച് സ്കൂട്ടർ യാത്രികനായ കോളേജ് അധ്യാപകൻ മരിച്ചു. VIP-കളുടെ ട്രാഫിക് നിയമലംഘനം നമ്മുടെ റോഡുകളിൽ തുടർക്കഥയാകുന്നത് എന്തുകൊണ്ടാണ്? VIP-കൾ സാധാരണ ഈ റോഡിലൂടെ വണ്ടി പറപ്പിച്ചു പോകുന്നതാണ്. അത് ഒഴിവാക്കണം. അതിന് പ്രത്യേകിച്ചിട്ട് എത്ര വലിയ ആൾക്കാരായാലും പാവപ്പെട്ടവരെ ജീവന് വിലയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതുമാത്രമല്ല, അതിന് വേണ്ടുന്ന നിയമം, അവരെ ശിക്ഷിക്കാനുള്ള നിയമം നമ്മളെ ഭരണതലത്തിൽ തന്നെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. VIP-കൾ ഈ മരണപ്പാച്ചിൽ അല്ലെങ്കിൽ വളരെ വേഗത കൂട്ടി ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പരത്തി പോകുന്ന ആ സമ്പ്രദായം ശരിയല്ല. അതിന് ഒരു നിയന്ത്രണം അതിനും വരുത്തണം. എങ്കിൽ മാത്രമേ ഇത്തരം ഈ അപകടങ്ങൾ, VIP-കളുടെ വാഹനം തട്ടി നിരന്തരം വരുന്ന അപകടങ്ങളായാലും അതുപോലെ മറ്റ് സംഭവങ്ങളൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കൂ എന്നാണ് എൻ്റെ പൊതുവായ ഒരു അഭിപ്രായം. മന്ത്രി വാഹനങ്ങൾ ഇടിച്ചിട്ട് ജനങ്ങൾ മരിക്കുക പറയുമ്പോൾ മന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. അവരെ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ജീവൻ പോലും പൊലിയാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് പ്രത്യേകിച്ച് ഭരണകർത്താക്കളാവുമ്പം
അവരെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവരെ വണ്ടി തട്ടി ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് തന്നെ ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇനി എന്ത് വന്നാലും മന്ത്രിമാർ വാഹനം ഓടിച്ചു പോകുമ്പം അവർ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുകയും ഇനി എന്തായാലും നമ്മുടെ ഭാഗത്തു നിന്ന് ഇതുമാതിരിയുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധയും ഉണ്ടാവണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ജനങ്ങളെ വണ്ടി ഓടിച്ചാലും ശരി, മറ്റൊരു രൂപത്തിലായാലും ശരി, എങ്ങനെ ജനങ്ങളെ നശിപ്പിക്കാൻ പറ്റും ആ രൂപത്തിലുള്ള പോക്കാണ് ഇന്നത്തെ മന്ത്രിമാർ വണ്ടി കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എത്രയോ മന്ത്രിമാരെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. അടുത്ത കാലത്തായിട്ട് നമ്മളെ മന്ത്രി മുനീറിൻ്റെ വണ്ടി ഇടിച്ചിട്ട് ഒരാൾ മരിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ജനങ്ങളെ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ അഴിമതിയിൽ മുങ്ങിയ ഗവൺമെൻറ്റിനെയും മന്ത്രിമാരെയും സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിൽ പൊതുജനങ്ങളായ സാധാരണക്കാരൻ റോഡിൻ്റെ മേലെ വണ്ടി ഇടിച്ച് വീഴുന്നൊരു ചരിത്രമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയങ്ങാടി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ശാഖ പിലാത്രയിൽ സംസ്ഥാന ഗ്രാമവികസന സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ.സി. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ രംഗത്ത് അസൂയാവഹമായ നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി. ചെറുപുഴ മറിയക്കുട്ടി വധക്കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ്. കൊലപാതകത്തിന് ദൃക്സാക്ഷിയായ സ്ത്രീയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുമായി മഞ്ഞക്കാട് സ്വദേശിനിയായ വീട്ടമ്മ അന്വേഷണ സംഘത്തിന് മുന്നിൽ. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് മോട്ടോർ തൊഴിലാളി യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ 1 മണിക്കൂർ പണിമുടക്കം. വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും. തൃക്കരിപ്പൂരിൽ തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു. ഹക്കീം വധക്കേസ്. പയ്യന്നൂർ നഗരസഭാധ്യക്ഷയുടെ നിരാഹാര സത്യാഗ്രഹം 5 നാൾ പിന്നിട്ടു. സത്യാഗ്രഹ സമരത്തിന് പിന്തുണയുമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ലീഗ് നേതാക്കൾ സമരപന്തലിൽ. ദേശീയ പ്രക്ഷോഭ പ്രചാരണം. CITU കണ്ണൂർ ജില്ലാ വാഹനജാഥ പര്യടനം നടത്തി. അഖിലേന്ത്യാ സെക്രട്ടറി പി നന്ദകുമാർ ജാഥ പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ പേരിലെ അപാകം ഇനി പ്രഥമ അധ്യാപകർക്ക് തിരുത്താം. ഒട്ടേറെ പേർക്ക് ഗുണകരമാകാവുന്ന സുപ്രധാനമായ ഹൈക്കോടതി വിധിക്ക് കാരണമായത് കാങ്കോലിലെ ഓട്ടോ ഡ്രൈവർ അനന്തനാരായണന്റെ നിയമ പോരാട്ടം. ചുമർ ചിത്രകലയിൽ വേറിട്ട ആസ്വാദനാനുഭവമൊരുക്കി ബിജു പാണപ്പുഴയുടെ ചുവർ ചിത്രങ്ങൾ. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.